ഹലോ ഫ്രണ്ട്സ്, 21 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഡേ 4. ഗോൾ സെറ്റിങ്സ്. ചെറിയ ചെറിയ ചുവടുകളിലൂടെ നമുക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് എത്താം. ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ലാത്ത ആളുകൾ എവിടേക്ക് പോകുന്നു? ലക്ഷ്യങ്ങളില്ലാത്ത ആ 97% ആളുകൾ ലക്ഷ്യങ്ങളുള്ള 3% വേണ്ടി ജോലി ചെയ്യുന്നു. ശിവ് ഗേരയുടെ ബുക്കിൽ നിന്നെടുത്ത വാക്കുകളാണിവ. ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു മനസ്സുമായാണ് ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഇത് കേൾക്കുന്നത് എന്നെനിക്ക് അറിയാം. ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇന്നലെ പഠിച്ച എക്സസൈസുകൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. 21 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ യാത്ര ഫലപ്രദമാകണമെങ്കിൽ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നാം 4ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോ ഓഫ് മാനിഫെസ്റ്റേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രാക്ടീസാണ് ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്. അതായത് വിഷൻ എക്സസൈസ്. ആഗ്രഹിക്കുന്നതെന്തും ജീവിതത്തിൽ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന വളരെ ലളിതമായ ഒരു പ്രാക്ടീസാണിത്. നമ്മുടെ ചുറ്റിലേക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും നല്ലൊരു ശതമാനം ആളുകൾക്കും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല. അവരുടെ ഗോളുകൾ വെറും സ്വപ്നങ്ങൾ മാത്രമായി അവസാനിക്കുന്നു. ഇതിന് കാരണം എന്താണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂരിപക്ഷം പേരും തങ്ങൾക്ക് എന്താണോ വേണ്ടാത്തത് അതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്. അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അവർ എപ്പോഴും തങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരാതികളായിരിക്കും അവരുടെ വർത്തമാനത്തിൽ കൂടുതലുണ്ടാകുന്നത്. എനിക്ക് കടം വേണ്ട, രോഗം വേണ്ട, കഷ്ടപ്പാട് വേണ്ട എന്നിങ്ങനെയാണ് സ്വയം പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയം അവർക്കില്ല. പലർക്കും വ്യക്തമായ ഗോളുകൾ പോലുമില്ല. ഇനി ഗോളുകൾ ഉള്ളവർക്കാകട്ടെ അത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. വിജയത്തിൻ്റെ സുവർണ നിയമം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സംസാരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നത് എന്നാണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ പറയുന്നത്. ജീവിത വിജയത്തിൻ്റെ സുവർണ നിയമമാണിത്. ബ്രിയാൻ ട്രേസി എഴുതിയ ഗോൾസ് എന്ന പുസ്തകത്തിൽ നമുക്ക് വേണ്ടതെന്തും വേഗത്തിൽ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഗോൾ സെറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആ ബുക്ക് വായിച്ചിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതിലെ വലിയ അപകടം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റെ ഈ പ്രിയ സുഹൃത്ത് ഇന്നു മുതൽ ഒരു ആക്ടിവിറ്റി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ആദ്യമായി നമ്മുടെ വൈകാരിക തലത്തിൽ എന്താണോ ആവശ്യമുള്ളത്, എന്താണോ നമുക്ക് നേടേണ്ടത്, അത് കൃത്യമായി നിർണ്ണയിക്കുക. അതായത് അതിലൊരു വ്യക്തത ഉണ്ടാക്കുക. അതിനുശേഷം അതിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുക. ചില ആക്ടിവിറ്റികൾ കൃത്യമായി ചെയ്തുകൊണ്ട് ആ വിത്തിന് വളർന്നു വരാനുള്ള സാഹചര്യം നാം ഒരുക്കണം. എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം? എവിടേക്ക് പോകണമെന്ന വ്യക്തത നിങ്ങൾക്ക് തരാൻ വിഷന് സാധിക്കും. അതായത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അത് നിങ്ങൾക്ക് ആത്മവിശ്വാസവും പ്രചോദനവും നൽകും. വിഷൻ നിങ്ങളുടെ ഫോക്കസ് കൂട്ടും. മനസ്സ് അനാവശ്യ കാര്യങ്ങളിലേക്ക് പോകുന്നത് തടയും. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ വിഷൻ നിങ്ങളെ സഹായിക്കും. ജീവിതത്തിലും നിങ്ങളുടെ പ്രയത്നങ്ങൾക്കും അർത്ഥം കൈവരും. വിഷൻ ഇല്ലെങ്കിൽ എന്തിനോ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരായി നാം മാറും. എവിടേക്ക് പോകണമെന്ന വഴി ഈ വിഷൻ കാണിച്ചു തരും. നിങ്ങളുടെ വിഭവങ്ങളായ സമയം, പണം, ഊർജ്ജം എന്നിവയെല്ലാം പാഴാക്കാതെ ഉപയോഗിക്കാൻ ഈ വിഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കണം, ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്താണ് ഈ വിഷൻ എക്സസൈസ്? നോക്കാം. അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾക്ക് എവിടെ എത്തണം? ഇനി ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്ത് നേടാൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. അതായത് വിഷൻ എക്സസൈസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 മിനിറ്റ് സമയം മാത്രം മതി. ഈ ആക്ടിവിറ്റി കണ്ണടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ കണ്ണടച്ചിരിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ആക്ടിവിറ്റി ചെയ്യാൻ ശാന്തമായ എവിടെയെങ്കിലും ഇരിക്കുക. മനസ്സും ശരീരവും ശാന്തമായതിനു ശേഷം ഈ ചോദ്യം സ്വയം ചോദിക്കുക: അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം? വിഷൻ എക്സസൈസ് ചെയ്യുന്ന അരമണിക്കൂർ സമയം ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.
ചെറുതും വലുതുമായ എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്നാണ് എൻ്റെ ഈ സുഹൃത്ത് ആഗ്രഹിക്കുന്നത്. ആദ്യം ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്ന രീതിയിലാണ് നാം ലോ ഓഫ് മാനിഫെസ്റ്റേഷനിൽ അനുവർത്തിക്കേണ്ടത്. വലിയ ഗോളുകൾ സെറ്റ് ചെയ്തതിന് ശേഷം അവയിലേക്ക് എത്താനുള്ള ചെറിയ ചെറിയ ഹ്രസ്വകാല ഗോളുകൾ തീരുമാനിക്കുക. അതായത് ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം, 2 മാസം, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നേടണമെന്ന കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുന്നത് പോലെ ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് ഒടുവിൽ നാം ആ വലിയ ഗോളിലേക്ക് എത്തുന്നു. ഹ്രസ്വകാല ഗോളുകൾ ഓരോന്നായി നേടാൻ തുടങ്ങുമ്പോൾ എൻ്റെ ഈ സുഹൃത്തിന് മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത വിധം ആത്മവിശ്വാസം കൈവരും. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഗോളുകൾ ആദ്യം സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ മേഖലകളിൽ നാം ഗോളുകൾ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആരോഗ്യം, സമ്പത്ത്, സ്പിരിച്വാലിറ്റി, ബിസിനസ്, കരിയർ, റിലേഷൻഷിപ്പ്, ചാരിറ്റി തുടങ്ങി ജീവിതത്തിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന മേഖലകളെല്ലാം ഉൾപ്പെടുത്താം. ഇനി ഓരോ മേഖലയെക്കുറിച്ചും ചിന്തിക്കുക. ഉദാഹരണത്തിന് ബിസിനസ് എടുക്കാം. അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ എൻ്റെ ബിസിനസ് എവിടെ എത്തണം എന്ന് സ്വയം ചോദിക്കുക. ഉച്ചഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ ലളിതം. ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഒരു ഓർഡറിംഗ് പ്രോസസ്സാണ്. ഉദാഹരണത്തിന് വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൽ നാം ഷോപ്പിങ്ങിന് പോകുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നാം തിരഞ്ഞെടുക്കുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് എന്താണോ ആവശ്യം അത് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് വിഷൻ എക്സസൈസിൽ നാം ചെയ്യുന്നത്. ഹോട്ടലിൽ പോയി മെനു കാർഡ് നോക്കി ഇഷ്ടഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് പോലെ ലളിതമായ കാര്യം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആരോഗ്യം, സമ്പത്ത്, ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് എത്രത്തോളം ആഴത്തിലും വ്യക്തതയിലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. എന്നാൽ അതിരാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യാൻ കഴിഞ്ഞാൽ കൂടുതൽ നല്ലത്. ഇനി ഇതെങ്ങനെയാണ് എഴുതേണ്ടത്? ഇതിനായി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നോട്ട്ബുക്ക് എടുക്കുക. അതിൽ അടുത്ത വർഷം ഇതേ ദിവസത്തെ തീയതിയാണ് എഴുതേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച ജീവിതത്തിൻ്റെ 8 പ്രധാന മേഖല, അതായത് ഹെൽത്ത്, വെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, സമ്പത്ത്, സോഷ്യൽ ലൈഫ്, അതേപോലെ വ്യക്തിഗത വളർച്ച, കുടുംബജീവിതം, സ്പിരിച്വാലിറ്റി, ഇങ്ങനെ ഈ ഏരിയയിൽ വേണം നമ്മൾ ഈ ഒരു വിഷൻ എക്സസൈസ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ ഒരു അതിലൊക്കെ വലിയ വലിയ ഗോളുകളുണ്ടാവും ഓരോ ഏരിയയിലും. ആ ഗോളിലേക്ക് എത്താനായി അടുത്ത ആഴ്ച, 2 ആഴ്ച, 1 മാസം അല്ലെങ്കിൽ 6 മാസം എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ നേടണം, ഇവയെല്ലാം നമ്പർ ഇട്ട് എഴുതുക. ഓരോ മേഖലയുടെയും പേര് നീലമഷിയിൽ എഴുതിയതിന് ശേഷം അതിന് താഴെയായി അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗോളുകൾ എഴുതുക. എത്ര ഗോളുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഉദാഹരണത്തിന് ജോലിയിൽ മാനേജറായി പ്രമോഷൻ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഗോളായി എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശമ്പളം എത്രയാണ് എന്ന് നിങ്ങൾ എഴുതാം. ഇനി ആ ഗോളിലേക്ക് എത്താൻ അടുത്ത ആഴ്ച അല്ലെങ്കിൽ മാസം നേടേണ്ട ഹ്രസ്വകാല ഗോളുകൾ എന്താണ് എഴുതാം. ഇത്തരത്തിൽ ഹ്രസ്വകാല ഗോളുകൾ നേടി ഒടുവിൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങളുടെ ആ വലിയ ഗോളിലേക്ക് നിങ്ങൾ എത്തും. വിഷൻ എക്സസൈസിലൂടെ എൻ്റെ ഈ സുഹൃത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്.